അപ്പം ഞാനിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്താണെന്നല്ലേ, കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടി ഗൈസ്. യെസ്, പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. ഓ, ഇത് ഇത്രയ്ക്കും ഡിമാൻഡുള്ള സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. കുറേ ഹാമ്പേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറേ ആയിട്ടോ, എപ്പോൾ ഇൻസ്റ്റ യൂട്യൂബ് തുറന്നാലും ഇത് തന്നെയായിരിക്കും. അപ്പോൾ തുടങ്ങി ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. ഫൈനലി യാ, അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബാക്കി ഞാൻ കഴിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ടേസ്റ്റി ആയിരുന്നു എന്നത്. പറയുമ്പോൾ പോലും എനിക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. സോ നിങ്ങൾ കണ്ടു തന്നെ കാണും. അടിപൊളി. അത് വേറൊന്നും അല്ല കേട്ടോ, ഏട്ടന് ഭയങ്കര താനാണ് കേട്ടോ വീഡിയോയുടെ മുന്നിൽ വരാനായിട്ട്. എപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചാലും ആൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. ഇത്തവണ ഞാൻ വിട്ടില്ല ഗൈസ്. ഞാനത് കഴിച്ചിങ്ങനെ അലിഞ്ഞു പോയി ഗൈസ്. സത്യം പറയാലോ, ഞാൻ ഇത്രയ്ക്ക് ടേസ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും മേലെ എന്ന് പറയണല്ലോ, അതിലും മേലെയായിരുന്നു ഗൈസ് ടേസ്റ്റ്. ഒരു രക്ഷയില്ല. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റാണ് ഗൈസ്. കുറേ നാൾ തപ്പി നടന്നിട്ടാണ് ഗൈസ് ഇത് കിട്ടിയത്. ഞാൻ ഇതെൻ്റെ ബ്രദറിനോട് വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ ഈ സാധനം കൊണ്ടുവരണമെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആൻഡ് ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസ് ഉണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇത് ഒരു സർപ്രൈസായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. സോ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. പ്രതീക്ഷിക്കാത്തത് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കണം, വെച്ചുകൊണ്ടിരിക്കരുത്. സോ അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.